നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഫെങ്ഷുയി അല്ലെങ്കിൽ വാസ്തു റിലേറ്റഡ് ആണ്. നമ്മുടെ പ്രധാന വാതിലിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യത്തെ തടസ്സപ്പെടുത്തുവാൻ നിൽക്കുന്ന 5 സാധനങ്ങളുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ, പ്രധാന വാതിലിൻ്റെ മുന്നിലുണ്ടായിരുന്നാലും നിങ്ങൾക്ക് എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല. ശ്രദ്ധിച്ചോളൂ. 5 കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ഇന്ന് 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം ഇന്നലെയും ഇന്ന് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, സന്ധ്യയായി ഇപ്പം വന്നതേ ഉള്ളൂ. പേരില സ്വാമിയുടെ ജന്മദിനവുമായിട്ടുള്ള ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യന്മാരെല്ലാവരും ഇവിടെ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശത്തിൽ ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ഒരു 3 മണിക്ക് ശേഷമാണ് അവിടുത്തെ പ്രോഗ്രാമെല്ലാം സമാപിച്ചത്. ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ ഭജനയൊക്കെ ഉണ്ടായിരുന്നു, വിഭവസമൃദ്ധമായ സദ്യയും എല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിന ആശംസകൾ ഒന്നുകൂടെ നേർന്നുകൊണ്ട് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി തലനാരിഴ കീറി പരിശോധിച്ച് പ്രശ്നപരിഹാരം ചെയ്തു തരാം. ഞാനൊരു അസ്ട്രോളജിസ്റ്റും കൂടെയാണ്. വാസ്തുപ്രകാരമായിട്ടുള്ള ക്ലിയറൻസ് നടത്തിയതിനു ശേഷം ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാത്തിനും ഒരു ക്ലിയറൻസാണ് നമ്മൾ ഇതിൽ തരുന്നത്. നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാൾ ഒത്തിരി ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഈ 2 ദിവസം കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട്, സാർ നാളത്തെ മുഹൂർത്തം എത്ര മണിക്കാണ്, നാളെ അഭിജിത്ത് എത്ര മണിക്കാണ്, നാളത്തെ ഗുളികൻ ഉദയം എത്ര മണിക്കാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. നിങ്ങളുടെ നാളെ ഒത്തിരി ലേറ്റായി, എന്നാലും 2024 സെപ്റ്റംബർ മാസം 27-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കന്നിമാസം 11-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:14 സൂര്യോദയം, വൈകുന്നേരം 6:11 സൂര്യാസ്തമയമാണ്. രാഹുകാലം 10:41 12:10 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:48 12:10 ഇടയ്ക്കാണ്. ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് അഭിജിത്ത് മുഹൂർത്തം? അപ്പോൾ 11:48 12:10 ഇടയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:14 12:36 മധ്യയാണ്. ഗുളികൻ ഉദയം 7:43 9:12 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 3:08 4:37 മധ്യയാണ്. നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂയം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസവും, അതേപോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ശാന്തികർമ്മങ്ങൾ, വിവാഹത്തിനൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. വാസ്തു കർമ്മങ്ങൾക്കൊക്കെ ഒരു ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ യാത്രയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ്. അതേപോലെ തന്നെ മന്ത്രപ്രയോഗങ്ങൾ നടത്തുവാനും, അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കവചങ്ങളൊക്കെ ചെയ്യുവാനും പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. കുഴപ്പമില്ല, ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ലളിതമായ ഒരു ദിവസം കൂടി ആയതുകൊണ്ട് പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രമോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രമോ ഭദ്രകാളി ക്ഷേത്രമോ ഒക്കെ സന്ദർശനം നടത്തിയതിന് ശേഷം അവിടെ കൈവെട്ട് ഗുരുതി എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവിടെ ചെന്നിട്ട് ചെറിയൊരു ഗുരുതി, അതായത് സിമ്പിളായിട്ട് അവർ നടത്തി തന്നൊരു ഗുരുതി നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമാണ്. അത് ഇതേപോലെ പ്രഥമ ക്ഷേത്രങ്ങളിലല്ലാതെ ചെയ്യും. കൈവെട്ട് ഗുരുതി എന്നൊക്കെ പറയും. ഈ കൈവെട്ട് ഗുരുതി നമുക്ക് ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മറ്റൊരു സാധനങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു ഫുൾ ഒരു ബോഡിയെ നമുക്ക് അത്രത്തോളം സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, പറ്റുമെങ്കിൽ അത് ചെയ്തോളൂ. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ലൊരു ദിവസം കൂടിയാണ്. നമുക്ക് പ്രത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടതൂർ ദോഷം, ബസപുഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. അത്തം, പൂയം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷം പിടിപെടുന്നത്. അപ്പോൾ അകന്നാൾ ദോഷമൊക്കെ ഒന്ന് നല്ല രീതിയിൽ നോക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ട് രീതി ഇരിക്കും. കാരണം ചില ദിവസങ്ങളിൽ ചില ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. അത് പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. നമുക്ക് 2024 സെപ്റ്റംബർ മാസം 28-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കന്നിമാസം 12-ാം തീയതി ശനിയാഴ്ചയാണ്.
ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:13 സൂര്യോദയം, വൈകുന്നേരം 6:11 സൂര്യാസ്തമയമാണ്. രാഹുലം 9:11 10:40 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 11:48 12:10 മധ്യയാണ്. മുഹൂർത്തം 12:14 12:35 മധ്യയാണ്. ഗുളികൻ ഉദയം 6:13 7:42 മധ്യയാണ്. യമകണ്ഠ സമയം 1:38 3:07 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ആയില്യം നക്ഷത്രമാണ്. പ്രത്യേകിച്ച് കന്നിയിലെ ആയില്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആയില്യമാണ്. സർപ്പദോഷ പരിഹാരങ്ങൾക്കൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ആയില്യ ദിവസം കൂടിയാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് വിവാഹ തടസ്സം അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ നാളത്തെ ആയില്യം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. പ്രത്യേകിച്ച് ഈ നാളത്തെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വിവാഹം, അതുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുകർമ്മങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ദിവസം, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ശനിയാഴ്ചത്തെ ദിവസം. ശനിയാഴ്ച സൂര്യദേവമ്പട കുബേരാശ്രമത്തിൽ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയുണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്നുള്ളവർ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് കൊണ്ടുവരണം. നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു തേങ്ങ ഒഴിഞ്ഞ് കൊണ്ടുവരിക. അത് പിന്നെ ഒരു 108 നാണയം കൂടെ കൊണ്ടുവരിക. 108 നാണയം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതനുസരിച്ച് കൊണ്ടുവന്ന് ആ 7 കുബേര പൂജയ്ക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം നടക്കും എന്നാണ് ഇവിടുത്തെ ഇത്രയും ആൾക്കാരുടെ അനുഭവം. അപ്പം അത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുക. കുബേര പൂജയ്ക്ക് പങ്കെടുക്കുവാൻ ശ്രമിക്കാം. കുബേര പൂജയ്ക്ക് വരുന്നുള്ളവർ രാവിലെ 9:30 മണിക്ക് മുമ്പേ സൂര്യദേവമ്പടം കുബേരാശ്രമത്തിൽ എത്തേണ്ടത്. പ്രത്യേകിച്ച് മുഹൂർത്തം, കഴിഞ്ഞ 2 മുഹൂർത്തം എന്ന് പറഞ്ഞ വാരികകളിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്രാവശ്യത്തെയും മുഹൂർത്തത്തിൽ സൂര്യദേവമ്പടം കുബേരാശ്രമത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കാണും കേട്ടോ. നമുക്ക് മറ്റന്നാൾ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. പിണ്ടതൂർ ദോഷം, വസുപഞ്ച ദോഷം, കരിനാർ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടതൂർ ദോഷമുണ്ട്, അകന്നാർ ദോഷമുണ്ട്. 2 ദോഷങ്ങളാണുള്ളത്. അത് ആയില്യം, അത്തം, അതൊക്കെ ആയില്യം 1-ാം പാദം, ഇതിലൊക്കെയാണ് ഈ ദോഷങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ഒരു ദോഷത്തെ നമുക്ക് കൃത്യമായിട്ട് പരിഹരിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് വളരെ ഒരു ദോഷമായിട്ട്, വളരെ നെഗറ്റീവായിട്ട് നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് പിറക്കം തലമുറകളെയാണ് അത് വ്യക്തമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ശനിദോഷ പരിഹാരത്തിന് വേണ്ടി നമ്മൾ എള്ള് എടുത്ത് തലയ്ക്കൊഴിഞ്ഞ് നമ്മുടെ തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അടുത്ത ദിവസം രാവിലെ എള്ള് ചോറിനോട് എള്ളിട്ടിട്ട് ശുദ്ധമായിട്ട് നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഒരു ഇതാണ്. ഒരു ദിവസം കൂടെ നോക്കി വയ്ക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം കൂടെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കത് എടുക്കുവാൻ വേണ്ടിയാണ്. 2024 സെപ്റ്റംബർ മാസം 29-ാം തീയതി, കൊല്ലവർഷം 1200 കന്നിമാസം 13-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:13 സൂര്യോദയം, വൈകുന്നേരം 6:10 സൂര്യാസ്തമയമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത്, രാഹുലം വരുന്നത് 4:36 6:05 മധ്യയാണ്. അപ്പോൾ 4:36 6:05 മധ്യേ അഭിജിത്ത് മുഹൂർത്തം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള അവസരമാണ്. രാഹുദോഷ പരിഹാരമുള്ളവർ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ആ രാഹു നിൽക്കുന്ന സമയത്ത് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം 11:47 12:09 മധ്യയാണ്. മുഹൂർത്തം 12:13 12:35 മധ്യയാണ്. ഗുളികൻ ഉദയം, യമകണ്ഠ സമയം 12:09 1:38 മധ്യ. ഗുളികൻ ഉദയം 3:07 4:36 മധ്യയാണ്. അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. മകം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ ഏതെന്തെങ്കിലും ഒരു എന്താ പറയുക, ഈ പ്രസിഡൻറ്റോ സെക്രട്ടറിയൊക്കെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ്. ഗൃഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അത് കീർത്തി ലഭിക്കുന്ന രീതിയിലുള്ളതാണ്. വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം. പിതൃകാര്യങ്ങൾ, പിതൃപൂജകളോ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത്, യാത്രയ്ക്ക് അത്ര നല്ലൊരു ദിവസമല്ല ഈ ഞായറാഴ്ച. പ്രത്യേകിച്ച് തേച്ചുകുടി എന്നൊക്കെ പറയും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അത് ആ അസുഖം തീരുമ്പോൾ അതിനകത്ത് ഈ എന്താ പറയുക ചിക്കൻ ബോക്സ് ഒക്കെ ഉള്ള ഇത് ആ ഒരു ദിവസം കുളിക്കാൻ പറയാം. അങ്ങനെ തേച്ചുകുടി പാടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഈ തേച്ചുകുളി പ്രത്യേകിച്ച് ഇതുണ്ട്. ആ ദിവസങ്ങളിൽ അത് ഞായറാഴ്ച ദിവസങ്ങളിൽ അത് പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വിശദമായിട്ട് നോക്കാം. നമുക്ക് മൃത്യുദോഷങ്ങൾ നോക്കാം. പിണ്ടതൂർ ദോഷം, വസുപൂജ ദോഷം, കരിനാർ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാർ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അന്നില്ല. അപ്പോൾ അത് ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. പ്രത്യേകിച്ച് നാളെ സൂര്യദേവമ്പട കുബേരാശ്രമത്തിൽ വെച്ച് ശനിയാഴ്ച കുബേര പൂജയിൽ എല്ലാവരും പങ്കെടുക്കുക. കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു.
നേരത്തെ പറഞ്ഞ ടിപ്സ് ഈ പല ആൾക്കാരും സ്റ്റാർട്ടിങ് ഉണ്ട് എൻ്റെ ഒരു ഒറ്റ വലിയ അതൊന്നും എനിക്ക് വേണ്ടെന്ന് ഒറ്റ. പക്ഷേ ഇതിനകത്തൊക്കെ ഞാൻ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് കേൾക്കാൻ അനുയോജ്യമായിട്ടുള്ളവർക്ക് മാത്രമേ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ ഈ പറയുന്ന ഈ ദിവസം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, കണ്ടുപോവുക. കുറച്ച് സമയമല്ലേ എന്തെല്ലാം കണ്ടുപോകും, നല്ലോണം നിങ്ങളുടെ കണ്ടുപോവുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നമ്മുടെ വീട്ടിലോട്ട് സൗഭാഗ്യം കടന്നു വരാതിരിക്കുവാൻ ബ്ലോക്ക് ചെയ്യുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമ്മളൊരു വീട് പാലുകാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ലാൻഡ്സ്കേപ്പ് ചെയ്യല്ലേ, ഫ്രണ്ടിൽ നല്ല നല്ല ചെടികളോ കാര്യങ്ങളോ ഒക്കെ വയ്ക്കും. ശ്രദ്ധിക്കുക, വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ വാതിൽ മറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ചെടി നിങ്ങളുടെ വീട്ടിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ തുടക്കമൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊരുവിധം വളർന്നു വരുമ്പോൾ നമുക്ക് ആ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന എനർജി ബ്ലോക്കാവും. ആ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്ന നല്ല ചൈതന്യത്തെ, ഐശ്വര്യത്തെ ബ്ലോക്കാക്കി വയ്ക്കും. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. കാരണം ഒരു 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ ഒക്കെ വളർന്നു വരുന്ന ഇഷ്ടംപോലെ ചെടികൾ ഇപ്പോൾ ഉണ്ട്. കാരണം എല്ലാവരും വീട്ടിൻ്റെ മുമ്പർത്താണ് ചെടി വയ്ക്കുന്നത്. അതൊന്ന് ഉണ്ടെങ്കിൽ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മുറിച്ച് കളഞ്ഞേ പറ്റും. വീടിൻ്റെ പ്രധാന വാതിൽ വരുന്ന എനർജിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ചെടി ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയുക. അതാണ് സിമ്പിളായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു വീട് പാല് വെച്ച് കയറി വളരെ പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു താമസിക്കാൻ. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇത് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കൂ, ഇങ്ങനൊരു സംഭവം വീട്ടിൻ്റെ മുന്നിലുണ്ടാവും. നിങ്ങളുടെ പറമ്പിലല്ലെങ്കിലും തൊട്ടടുത്തുള്ള പറമ്പിലൊക്കെ അത് ഉണ്ടാവാൻ ചാൻസ്, കട്ട് ചെയ്ത് കളയാം. ഓക്കെ, രണ്ടാളുടെ വീട്ടിൽ ചെന്ന് കട്ട് ചെയ്ത് അവർ നമ്മളെ കട്ട് ചെയ്യും. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അടുത്ത നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നാമത്തെയാണ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതും ഞാനെപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്. വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ ഇലക്ട്രിക് പോസ്റ്റോ ടെലിഫോൺ പോസ്റ്റോ വരാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ പ്രധാന വാതിലിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ പക്കവന്മാർ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല, പറ്റുമ്പോൾ ഈവിളായി ഉപയോഗിക്കുക. ഈവിളായി എന്ന് പറയുമ്പോൾ ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഒരു ലെൻസാണ്, പക്ഷേ ഒരു ബ്ലൂവും വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു കണ്ണിൻ്റെ രൂപത്തിലുള്ള ഒരു ഇത് കിട്ടും, ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും. അതൊന്ന് വാങ്ങിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിൽ ഒരു ശ്മശാനമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ സിറ്റിക്കകത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അടുത്ത പറമ്പിൽ പള്ളിയിൽ കുറിച്ചിട്ടിരിക്കുന്ന കുരിശുകളാണ് കാണാൻ പറ്റുന്നത്. അത് വളരെ നെഗറ്റീവ് എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇതും നമ്മൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ നോക്കിക്കൊണ്ടുപോകാം. അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്, വീടിൻ്റെ നേരെ മുന്നിൽ ഹോസ്പിറ്റലോ പോലീസ് സ്റ്റേഷനോ മാർക്കറ്റോ വീടിൻ്റെ പരിസരത്ത് അതൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ ഇടയ്ക്ക് തന്നെ ഒരാൾ എറണാകുളത്ത് നിന്ന് വിളിച്ചിരുന്നു. സാർ, എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് ഹോസ്പിറ്റലാണ്, ഞങ്ങൾക്കിത് വിറ്റ് പോകണം, അതിന് സാർ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. അതിനുള്ള റെമഡി പറഞ്ഞു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അവിടെ നിന്നൊക്കെ വരുന്ന ഒരു എനർജി നമുക്ക് ഭയങ്കരമായി നമ്മുടെ ഉപബോധ മനസ്സിനെ ഭയങ്കരമായിട്ട് ഡിപ്രസ് ചെയ്യും. ഒരു വല്ലാത്തൊരു എഫക്റ്റാണ് വരുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തോ ഫ്രണ്ടിലോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്ന സൗഭാഗ്യത്തെ തടസ്സപ്പെടുത്തും. ഇപ്പോൾ ഏകദേശം എത്ര കാര്യമായി? ചെടി, ടെലിഫോൺ പോസ്റ്റ് ഉണ്ട്, ശ്മശാനം, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, മാർക്കറ്റ്, 6 തൽക്കാലം ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുന്നിലുണ്ടെങ്കിൽ, നിങ്ങൾ വീട് മാറിപ്പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നല്ലൊരു പക്വാമറർ വാങ്ങി വീടിൻ്റെ മുന്നിൽ വയ്ക്കാം. അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ, ഞാൻ യഥാർത്ഥ റെമഡി പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ വീട് വിറ്റ് വേറെ എടുത്തോട്ട് പോകാൻ പറ്റില്ല, അവിടെ താമസിച്ചേ പറ്റുള്ളൂ, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചൈതന്യം കടന്നു വരുന്നില്ല എന്നുള്ള നിങ്ങളാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചോളൂ. ഞാൻ വന്ന് നോക്കിയിട്ട് ഉചിതമായിട്ടുള്ള റെമഡീസുണ്ട്, പിരമിഡ് വെച്ചുള്ള റെമഡീസുണ്ട്. പിരമിഡൊക്കെ വെച്ച് റെമഡി ചെയ്യുകയാണെങ്കിൽ 4 കോണുകളിൽ 4 പിരമിഡൊക്കെ വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റെമഡിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വിതിൻ 24 hours നമുക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റും. നമുക്ക് മനസ്സിനുള്ളൊരു സുഖമാണല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സുഖം നമുക്ക് വീട്ടിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഡൗട്ടുമില്ല. 17 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കിതിലുള്ളത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക,
മണി ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ടായില്ലേ നമ്മൾ കാര്യങ്ങൾ ഒത്തിരി ഞാൻ എല്ലാം ഫ്രീ ആയിട്ട് പറഞ്ഞു തരില്ലേ. ഒത്തിരി ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഗുരുവായ പേർലാ സ്വാമിക്ക് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.